ഏവർക്കും സ്പോട്ട് ടോപ്പിയിലേക്ക് സ്വാഗതം. ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് ആരായിരിക്കും എന്ന് തന്നെയായിരിക്കും. ഇവാൻ ആശാൻ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിട പറഞ്ഞിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് മാനേജ്മെന്റ് ചെറിയൊരു കൊട്ടും കൊടുത്തിട്ടുണ്ട്. 1 കോടി രൂപ പിഴ മാനേജ്മെന്റ് ഇവാൻ ആശാന്റെ തലയിൽ ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഇവാൻ ആശാന് പടിയിറങ്ങി പോകുന്നത്. എന്തായാലും അത് വളരെയധികം നിരാശ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ബാംഗ്ലൂരിനെ എതിരെയുള്ള മത്സരം, പ്ലേ ഓഫിലെ നിർണായക മത്സരം, അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും റഫറിയുടെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് സഹിക്കാൻ വയ്യാതെയാണ് ഇവാൻ ആശാൻ പടിയിറങ്ങി പോയത്. അദ്ദേഹം കളി അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുള്ള പിഴയായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇവാൻ ആശാന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 കോടി പിഴ മാനേജ്മെന്റ് നേരെ തലയിൽ ആശാന്റെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം എന്തായാലും അത് ശരിയായ ഒരു കാര്യമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയൊരു കോച്ച് ആരായിരിക്കും എന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിലവിലെ ചർച്ചകളിൽ 100 കോച്ചിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അതിൽ 20 കോച്ചുമാരെ ഷോർട്ട് ലിസ്റ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ളതും അതിലൊരുപാട് കോച്ചുമാരൊക്കെ ഇപ്പോൾ ചർച്ചയിൽ സജീവമാകുന്നുണ്ട്. ബയേൺ താരമായിട്ടുള്ള മാർക്ക് ബബേൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പരിശീലകനായിട്ടുള്ള നിക് മോണ്ട്ഗ്രോമറി ഒക്കെ നമ്മുടെ ചർച്ചകളിൽ ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും 4-4-2 ഫോർമേഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി പ്രിഫർ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നോവ സാത്തോയി ടീമിലേക്ക് വന്നതോടെ സ്പോട്ട് ടോപ്പിയുടെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് 4-3-1-2 ഫോർമേഷനോ അതല്ലെങ്കിൽ 4-2-3-1 ഫോർമേഷനോ 3-5-2 ഫോർമേഷനൊക്കെ കളിക്കാൻ കഴിയുന്ന ഒരു കോച്ചിനായിരിക്കും റിക്രൂട്ട് ചെയ്യാൻ സാധ്യത എന്നുള്ളതാണ് സ്പോട്ട് ടോപ്പിക്ക് തോന്നിയിട്ടുള്ളത്. അതാരായാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ, അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് അവൈലബിലിറ്റി ഒക്കെ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ കളിക്കാൻ അതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ലെവലിലേക്ക് ഉയരാൻ കഴിയുന്ന ഒരു കോച്ചിനെ തന്നെ റിക്രൂട്ട് ചെയ്യട്ടെ എന്നതുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തുള്ള കണ്ടന്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.